തനിക്കെതിരായ ഫേസ്ബുക്ക് ഭീഷണിക്ക് മറുപടിയുമായി മനു തോമസ് പി ജയരാജനെ സംവാദത്തിന് ക്ഷണിച്ചപ്പോൾ കൊലവിളിയുമായി എത്തിയത് കൊട്ടേഷൻ സ്വർണം പൊട്ടിക്കൽ മാഫിയ സംഘത്തലവന്മാരാണ്. ടി പി കേസും ഷുഹൈബ് വധവും വിപ്ലവമായിരുന്നില്ല, വൈകൃതമായിരുന്നു. ഭീഷണിയിൽ മറുപടി പറയേണ്ട ബാധ്യത CPIM നേതൃത്വത്തിനുണ്ടെന്നും മനു തോമസ് ഫേസ്ബുക്കിൽ കുറിച്ചു. അർജുൻ കല്യാടുണ്ട് വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന്. അർജുൻ, വളരെ പ്രധാനപ്പെട്ട കാര്യം, മനു തോമസ് നമ്മളോട് പ്രതികരിച്ചപ്പോഴും പി ജയരാജനും ഈ ക്രിമിനൽ കേസ് പ്രതികളുമായുള്ള ബന്ധം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ സാമാന്യ യുക്തിയിൽ ചിന്തിച്ചാൽ മനസ്സിലാകുമല്ലോ എന്നാണ് മനു തോമസിന്റെ പ്രതികരണമായി വന്നിട്ടുള്ളത്. പാർട്ടി പോലും പ്രതിരോധിക്കുന്നതിനേക്കാൾ ഒരു പടി കടന്നുകൊണ്ട് ഏറ്റവും ശക്തമായ ഭാഷയിലാണ് അർജുൻ ആയെങ്കി ഒപ്പം തന്നെ ആകാശ് തില്ലങ്കേരി ഉൾപ്പെടെയുള്ള ക്രിമിനൽ കേസ് പ്രതികൾ പി ജയരാജന് പ്രതിരോധം ഒരുക്കുന്നത്. എന്തൊക്കെയാണ് മനു പറയുന്നത്? പാർട്ടി എന്തുകൊണ്ടാണ് ഇതിൽ മൗനം പാലിക്കുന്നത്? ബിനിലെ, അതായത് ഈ ആകാശ് തില്ലങ്കേരിക്കും അതുപോലെ തന്നെ അർജുൻ ആങ്കിയും എല്ലാം തന്നെ പാർട്ടിയുടെ ഔദ്യോഗികമായി ചേർന്ന് നിന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഇത്തരത്തിൽ നവമാധ്യമ മേഖലയിലെല്ലാം ഇടപെടലായിരുന്നു അവരുടെ ചുമതലയായി ഉണ്ടായിരുന്നത്. ആകാശ് തില്ലങ്കേരി AKG സെൻറ്റർ പോലും കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനുശേഷം ഈ പറയുന്ന പോലെ ചില കൊലപാതകങ്ങളിലൊക്കെ ആകാശ് തില്ലങ്കേരി പങ്കെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അർജുൻ ആയങ്കി ആണെങ്കിൽ ചില സ്വർണ്ണക്കടത്ത് മേഖലയിലേക്ക് തിരിഞ്ഞു. ആ ഘട്ടത്തിലാണ് ഇവരെ പരസ്യമായി പാർട്ടി തള്ളിപ്പറയുന്നത്, അല്ലെങ്കിൽ പാർട്ടിക്കെതിരെ പലപ്പോഴും ഇവർ നിലപാടെടുക്കുന്ന ഘട്ടത്തിലാണ് ഇവരെ പാർട്ടി തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈ സംഭവങ്ങളെല്ലാം നടക്കുന്ന ഘട്ടത്തിൽ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ട് ഉണ്ടായിരുന്നത് പി ജയരാജനാണ്. അതുകൊണ്ട് തന്നെ പി ജയരാജനുമായി അർജുൻ ആയങ്കിക്കും ആകാശ് തില്ലങ്കേരിക്കും ഒക്കെ ചില ബന്ധങ്ങളുണ്ടായിരുന്നു. അതായത് ഈ സ്വർണ്ണക്കടത്ത് കൊട്ടേഷന് മുമ്പുള്ള പാർട്ടിയിലെ ഔദ്യോഗികമായ ബന്ധമുണ്ടാകുന്ന ഘട്ടത്തിൽ പി ജയരാജന് ഇവരുമായി ചില ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഒരു പരസ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനുശേഷം ചില ഈ കൊലപാതകങ്ങൾ, പ്രധാനമായും മട്ടന്നൂരിലെ എടയന്നൂരിൽ ഷുഹൈബ് വധക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആകാശ് തില്ലങ്കേരി ഒന്നാം പ്രതിയായി മാറുന്നത്. അതിനു മുമ്പ് തന്നെ, അതായത് ഈ പറയുന്ന തില്ലങ്കേരിയിൽ വിനീഷ് കൊലപാതക കേസിലും RSS നേതാവായിട്ടുള്ള വിനീഷ് കൊലപാതക കേസിലും ആകാശ് തില്ലങ്കേരി പ്രതിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഇവരെ കൃത്യമായ തോതിൽ ഈ പറയുന്ന രീതിയിലുള്ള ചില അക്രമ സംഭവങ്ങളിൽ, ചില കൊലപാതകങ്ങളിലൊക്കെ പാർട്ടി ഉപയോഗിച്ചു എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഘട്ടത്തിൽ ഇവരെ അല്ലെങ്കിൽ ഈ ഘട്ടത്തിൽ പോലും ഒരുപക്ഷെ ഇവരെ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ഇവർ പുറത്തു പറഞ്ഞാൽ അത് പാർട്ടിക്കും പ്രത്യേകിച്ച് പി ജയരാജനും അത് ഗുണകരമാവില്ല, അല്ലെങ്കിൽ ദോഷകരമായി മാറും എന്നുള്ളത് പലപ്പോഴും പാർട്ടിക്ക് അത്തരത്തിലുള്ളൊരു ബോധ്യമുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവർക്കെതിരെ ഒരു അതിരൂക്ഷമായിട്ടുള്ള ചില നിലപാടുകൾ എടുക്കുന്നതിൽ പാർട്ടിക്ക് കഴിയാതെ പോകുന്നത്, പി ജയരാജന് കഴിയാതെ പോകുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ മനു തോമസ് ഉന്നയിക്കുന്നത് ഗുരുതരമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. അതായത് ഇത്തരത്തിൽ തനിക്കെതിരെ സൈബർ മേഖലയിൽ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടത്തുന്ന ഈ പറയുന്ന ആകാശ് തില്ലങ്കേരിക്കും അർജുൻ ആയങ്കിക്ക് എതിരെയൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ മനു തോമസ് പ്രതികരണം നടത്തുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനു തോമസ് പറയുന്നത് ഇത്തരത്തിൽ TP കേസ്, അതുപോലെ തന്നെ എടയന്നൂരിൽ നിന്ന് നടന്നത് വിപ്ലവമായിരുന്നില്ല, അതൊരു വൈകൃതമായിരുന്നു എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ തന്നെ മനു തോമസ് പറയുന്നുണ്ട്. അതിനു പുറമെ റിപ്പോർട്ടറിനോട് തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം, റിപ്പോർട്ടറിനോട് വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇത്തരത്തിൽ വിവരങ്ങൾ നൽകിയത് മനു വിശദമായി അല്പസമയം മുമ്പ് റിപ്പോർട്ടറിനോട് സംസാരിച്ചിരുന്നു. അതിൽ മനു പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യമുണ്ട്. പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗത്തിനെതിരെ വിമർശനം ഉയരുമ്പോൾ, ആരോപണം ഉയരുമ്പോൾ സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘത്തിലെ തലവന്മാരാണോ പ്രതിരോധം ഒരുക്കേണ്ടത്? അതിൽ പി ജയരാജൻ പ്രതിരോധം ഒരുക്കിയില്ലെങ്കിൽ പോലും പാർട്ടി എന്തുകൊണ്ടാണ് ഇവരുടെ കാര്യം തള്ളിപ്പറയാത്തത്? പി ജയരാജൻ തന്നെ ഇവരെ തള്ളിപ്പറയേണ്ടത് CPIM-നെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ ബാധ്യതയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആ ചോദ്യമാണ് മനു തോമസ്, മുൻ DYFI നേതാവ്, CPIM-നോട് കണ്ണൂർ ജില്ലാ നേതൃത്വത്തോട് ആവർത്തിച്ച് ചോദിക്കുന്നത്. അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്.